ഡിഫറൻസ് ആയിട്ട് വഴക്കിട്ടോ പിന്നെ പറ്റി അർജുൻ വീട്ടിലെ പ്രശ്നമാണ് അർജുൻ. വീട്ടിലെ പ്രശ്നം ഒബീസിൽ എന്റെ ജോലിക്കാരി ആയിരിക്കുമല്ലോ. അതെ അർജുൻ. എന്റെ പൊന്നു ശ്രീതു, നിനക്ക് ഈ വീട്ടിലെ കാര്യം പറയുമ്പോ ഈ ജോലിക്കാരും അല്ലാതെ വേറെ സംസാരിക്കണില്ലേ അർജുൻ? എനിക്ക് അറിയില്ല ശ്രീതു, എന്തോ അത് ഡെയിലി ഇത് തന്നെ ജോലി 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 ജോലി. ഞാൻ ട്രൈ ചെയ്യണമെന്നല്ലോ. അർജുൻ ഈ ട്രൈ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലല്ലോ. പക്ഷെ എത്ര വർഷമായി അർജുൻ? വീട്ടിൽ എത്ര വാട്ടിയാലും ഞാൻ ഇതിനു വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറ്റുന്നില്ല അർജുൻ. ശ്രീതു, ഞാൻ 1 year കൂടെ ചോദിക്കുന്നുള്ളൂ. ഞാൻ പഠിച്ചു കഴിഞ്ഞു, ജയിച്ചു, അന്തസ്സായിട്ടും ജയിച്ചില്ലേ അർജുൻ? ഇതേതാ 3 വർഷമായിട്ട് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർജുൻ. 4th year സ്റ്റാർട്ടായി, ഇനിയും ജോലി കിട്ടാണ്ട് പറ്റില്ല അർജുൻ. വീട്ടിൽ എനിക്കറിയാം ഞാൻ ട്രൈ ചെയ്തില്ലല്ലോ. ഞാൻ ഇതിനകത്ത് എത്ര പാർട്ട് ടൈം ജോലി ചെയ്തു നിനക്ക് വേണ്ടി. നീ ട്രൈ ചെയ്യണ്ട്, ഞാൻ അതാ പറയുന്നല്ലോ, നീ ട്രൈ ചെയ്യണ്ട്. അതുകൊണ്ടാണ് നിന്റെ കൂടെ എപ്പോഴെങ്കിലും ഉള്ളത്. എപ്പോഴെങ്കിലും നിനക്ക് ജോലി കിട്ടുമെന്ന് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ കിട്ടുന്നില്ല. അറ്റ്ലീസ്റ്റ് അച്ഛന്റെ ജോലി എടുത്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതും നീ എന്തിനാണ് ഈ ടോക്കിനിടയ്ക്ക് അച്ഛൻ ഇറക്കി ഇറങ്ങി? എനിക്ക് പറ്റില്ല പുള്ളിയുടെ ജോലി എടുത്ത് ചെയ്യാൻ. എനിക്ക് എന്റെ ഫാമിലി ഉണ്ട്, എനിക്ക് എന്റെ അപ്പനമ്മ നോക്കണം. അല്ല നിന്റെ ഡാഡിയുടെ അത്ര പപ്പറ്റായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അർജുൻ പപ്പറ്റ് എന്താ നീ പറയുന്നത്? എന്തൊക്കെയാ നീ എന്റെ അച്ഛനെ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് ഈഗോ ഉണ്ട് അർജുൻ. ഈഗോ അല്ല ശ്രീതു, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് ഓണായിട്ട് ജോലി മേടിക്കാൻ അറിയാം. ഞാൻ നിന്റെ അടുത്ത് വല്ല പൈസക്ക് വന്നിട്ടുണ്ടോ? ഇല്ല അർജുൻ, ഞാൻ അതൊന്നും അല്ല പറയുന്നത്. നിനക്ക് മനസ്സിലാവണ്ട ഞാൻ എന്താ പറയുന്നത്. ഞാൻ ഒരു 1 year നിനക്ക് വേണ്ടി ചോദിക്കുന്നുള്ളൂ ശ്രീതു. 1 year. അർജുൻ ഇതേ ഡയലോഗാണ് നീ ലാസ്റ്റ് 3 years പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡയലോഗ് അല്ല ശ്രീതു. എനിക്ക് നാളെ ഇന്റർവ്യൂ ഉണ്ട് ഇൻഫോ പാർക്കില്. അർജുൻ എത്ര ഇന്റർവ്യൂ നീ പോയി വന്നിട്ട് അത് വർക്ക്ഔട്ട് ആവാണ്ടുണ്ടായിരുന്നു. ഇത് കിട്ടാത്ത എന്റെ കുഴപ്പമാണോ അർജുൻ? ഇനി പറ്റില്ല അർജുൻ. വീട്ടിലെ അലയൻസ് നോക്കി അർജുൻ, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സ്ട്രേറ്റ് അവേ അത് പറഞ്ഞാൽ മതി ശ്രീതു. വേറെ ആളെ കിട്ടുന്നതിന് സ്ട്രേറ്റ് അവേ പറഞ്ഞാൽ മതി, അല്ലാതെ വേറെ അലയൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അർജുൻ നീ മനസ്സിലാക്കുന്നില്ല. ഗേൾസിനുള്ള പ്രഷർ നിനക്ക് അറിയോ ഇല്ലയോ? ഗേൾസ് ഇവിടെ എന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അറിയോ അർജുൻ? അതുകൊണ്ടാണ് ഇത്ര വർഷം നിനക്ക് ടൈം തന്നത്. പക്ഷെ ഇനി പറ്റില്ല അർജുൻ. ഫ്രണ്ട്സിനിടയ്ക്കും ജോലി ഇല്ലാത്തവൻ, കുടുംബത്തിൽ ജോലി ഇല്ലാത്തവൻ, ഇപ്പൊ നീ കൂടെ പറയാം ജോലി ഇല്ലാത്തവൻ. അർജുൻ ജോലി ഇല്ലാത്തവൻ അല്ല, അച്ഛന്റെ ജോലി എടുത്താൽ ചെയ്യുന്നാണ് ഞാൻ പറയുന്നത്. അതിനും നിനക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. എനിക്ക് എന്റെ അപ്പനമ്മ നോക്കണം, എനിക്ക് എന്റെ പെങ്ങളുണ്ട്. അപ്പൊ അർജുൻ വേണ്ടേ അർജുൻ? അറ്റ്ലീസ്റ്റ് എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യണം അർജുൻ. നീ ചെയ്യുന്നില്ല. നീ എനിക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യും. 1 year ഞാൻ ചോദിക്കുന്നുള്ളൂ അർജുൻ. 3 വർഷം ചെയ്തു അർജുൻ. ഇനി പറ്റില്ല അർജുൻ. ഇനിയും ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അർജുൻ. എന്നെക്കാളും ബെറ്റർ ആയിട്ടാണ് നിനക്ക് കിട്ടി. അതങ്ങ് വാ തുറന്ന് പറഞ്ഞാൽ അർജുൻ. ആവശ്യമില്ലാത്തതാ നീ പറയുന്നത്. ഞാൻ എന്താ പറയുന്നത്, നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കണേ? എന്നെ പരിചയപ്പെടുത്തി നിനക്ക് അറിയില്ല. എനിക്ക് ജോലി ഇല്ല, എനിക്ക് എന്റെ സാമ്പത്തിക സ്ഥിതി ആയിരുന്നു നിനക്ക് അറിയില്ലായിരുന്നോ? ഇത് പറ്റില്ല അർജുൻ. മതി, ഇനി എനിക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അർജുൻ. ഞാൻ നിന്നോട് എത്ര പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അച്ഛൻ്റെ കൂടെ എത്ര വാട്ടിയായിരുന്നു ഞാൻ ചണ്ടയിട്ടുണ്ടായിരുന്നു. ഇനി പറ്റില്ല അർജുൻ. ഇനി പറ്റില്ല അർജുൻ. പ്ലീസ് അർജുൻ. 1 year തന്നാ മതി. നോ അർജുൻ, നിനക്ക് ടൈം തന്നു കഴിഞ്ഞു. ഇനി എന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ ഞാൻ വിരുമ്പുന്നില്ല. ഇനി വേണ്ട അർജുൻ. നീ എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുന്നേ ഇല്ല അർജുൻ. അർജുൻ ഇപ്പോഴാണ് നിനക്ക് അറിയുന്നത് ആൾക്കാർ നോക്കണു. അർജുൻ നീ എന്ത് ചെയ്തോ, നീ എത്ര വർഷം എടുത്തിട്ട് നിന്റെ കരിയർ നീ സക്സസ് ആകാൻ നോക്കിയോ, ഇനി പറ്റില്ല അർജുൻ. എന്നെ കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇനി സുത്തമാ പറ്റില്ല അർജുൻ. Really sorry Arjun. Really sorry. Please. ഒന്നുമില്ല. ബിഗ് ബോസ് കഴിഞ്ഞു, മുടിഞ്ഞു. രണ്ടുപേർക്കും തിരികെ പോകാം. നന്ദി. ബിഗ് ബോസ് 89ാം ദിവസം വൈകിട്ട് 5:15. അപ്പൊ ഞാൻ പോയിട്ട് വരാം കേട്ടോ. അപ്പോ എവിടെ പോണു? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഷൂട്ട് ഉണ്ടെന്ന്. ഞാൻ പോയിട്ട് എനിക്ക് സമയമില്ല. ഞാൻ പോയിട്ട് അപ്പൊ എനിക്ക് സമയമില്ല. മോളെ ഇങ്ങോട്ട് വാ. എനിക്ക് വണ്ടി ഇപ്പൊ വരും. നീ വന്നിങ്ങട് പെട്ടെന്ന് പറയേ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ അബ്ബ, എനിക്ക് ഷൂട്ടുണ്ട്, സമയമില്ല. പെട്ടെന്ന് പറ അബ്ബ. എവിടെ ഷൂട്ട്? എനിക്ക് ട്രിവാൻഡ്രത്ത് ഷൂട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. മോളോട് പറഞ്ഞില്ല ഞാൻ ഇതൊക്കെ നിർത്താൻ. മോനിപ്പോ 3 കല്യാണം വന്നിട്ടുണ്ട്, മോനറിയാലോ.
മോനെ നമ്മുടെ അമ്മേനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയില്ലേ? എനിക്ക് സമയം, എനിക്ക് കല്യാണ കേസ് കേൾക്കാൻ സമയമില്ല. നമ്മുടെ അമ്മേനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി ഹോസ്പിറ്റലില്ലേ, ആ അവിടുത്തെ ഡോക്ടർ വന്നിട്ടുണ്ട്. ആ ഡോക്ടറെ മോനുണ്ട്, ഞാൻ പോയി കണ്ടായിരുന്നു. അവർക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, മോൻ പ്രാക്ടീസ് ചെയ്യണം, അത്രേ ഉള്ളൂ. കാരണം പഠിച്ച് വിട്ട് വേറെ സിനിമ കാര്യങ്ങൾ അങ്ങനെ ഒന്നും നടക്കാണ്ട് പ്രാക്ടീസ് ചെയ്യണം, അതാണ് ഇമ്പോർട്ടൻ്റ്. അപ്പം മോനൊന്ന് അനുസരിക്കുക. അപ്പൊ കഴിഞ്ഞോ? ഞാൻ പോട്ടെ, എനിക്ക് സമയമില്ല. വെറുതെ എനിക്ക് ഇതിന്റെ പുറവെ കേൾക്കാൻ എനിക്ക് സമയമില്ല. അപ്പൊ പറഞ്ഞു ഞാൻ 4-5 വർഷം പഠിച്ചല്ലേ, ഇനിയെങ്കിലും ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. എന്തിനാ അബ്ബാൻ ഇങ്ങനെ നിർബന്ധിക്കുന്നേ? എനിക്ക് താല്പര്യം ഇല്ലാത്തോണ്ടല്ലേ. എന്താ മനസ്സിലാവാത്തേ? മോന് മനസ്സിലാക്കി കൂടെ? ഞങ്ങളുടെ പ്രശ്നമൊക്കെ അമ്മ വയ്യാതെ ഇരിക്കുന്ന മോനെ അറിയില്ലേ? അറിയോ? മോനെ അറിയാവുന്നതല്ല, കൊച്ചു കുട്ടിയെങ്ങനാണോ? മോൻ ചിന്തിച്ച് നോക്കിയേ. അച്ഛനും വയ്യ, അതറിയാലോ. പിന്നെ ഇങ്ങനെ നടന്നാൽ മതിയോ? മോൻ ചിന്തിക്ക്. മോൻ പറഞ്ഞ് മനസ്സിലാക്കിപ്പോൾ നല്ല മോനല്ലേ. കല്യാണം ഒന്ന് നടക്കട്ടെ, നല്ല നല്ല കേസാണ്. അപ്പയുടെ ആഗ്രഹമല്ലേ? ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് 2 വർഷം സമയം തന്നാൽ മതി, വെറും 2 വർഷം. ഞാൻ ഇത്രയും വർഷം അബ്ബ പറഞ്ഞതല്ലേ പഠിച്ചിട്ടുള്ളത്, ഞാൻ കുഞ്ഞിലെ തൊട്ട് അബ്ബ പറയുന്നതല്ലേ കേട്ടുള്ളത്. എനിക്ക് വെറും 2 വർഷം സമയം താ. അബ്ബ നോക്ക് അബ്ബ, ഞാൻ പറയട്ടെ, നോക്ക് പ്ലീസ്, ഞാൻ പറയട്ടെ പ്ലീസ് നോക്ക്. എനിക്ക് കുറച്ച് സമയം താ. എനിക്ക് അബ്ബ പറയുന്ന ജോലി ചെയ്താൽ എനിക്ക് ഒരു സന്തോഷവും കിട്ടത്തില്ല. ഇതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. ഞാൻ ഓരോ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോഴും എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്, എനിക്ക് പ്രതീക്ഷയുണ്ട്. അടുത്ത സിനിമയിൽ എനിക്ക് കിട്ടും, എനിക്ക് ചാൻസ് കിട്ടും, എനിക്ക് അഭിനയിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷയല്ലേ അബ്ബ. പ്ലീസ് എനിക്കൊരു 2 വർഷം, ഈ 2 വർഷത്തിനുള്ളിൽ അബ്ബ പറയുന്നത് പോലെ എനിക്ക് ആവാൻ പറ്റിയില്ല എങ്കിൽ അബ്ബ പറയുന്ന കല്യാണമോ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. എല്ലാത്തിനും വിട്ടത് ഞാനല്ലേ? മോനെ അത് ചിന്തിച്ചൂടെ? പ്ലീസ്. ഒരാളല്ലേ ഉള്ളൂ, എനിക്ക് ഒരാളല്ലേ ഉള്ളൂ. ഞങ്ങൾക്കൂല്ലേ ആഗ്രഹങ്ങളൊക്കെ? എന്റെ ആഗ്രഹം കൂടെ നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾക്ക് വേണ്ടി വയ്യാണ്ട് കിടക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ മോനറിയാലോ. അത് ചിന്തിക്കണ്ടോ? പ്ലീസ് 2 വർഷം, 2 വർഷം. ഈ 2 വർഷത്തിനുള്ളിൽ സക്സസ് ആവാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്കൊരു ഇച്ചിരി സമയം താ. ഓക്കെ, 2 വർഷം ഞാൻ എങ്ങനെയെങ്കിലും പറയാം. പക്ഷെ മോനൊരു കാര്യം മനസ്സിലാക്കണം. മോന്ന് വന്നിട്ട് വയ്യാണ്ട് കിടക്കുന്ന അമ്മയുണ്ട്, മോനറിയാലോ. മോന്ന് അമ്മയോടെ കിടന്നിട്ട് അമ്മേനെ പറഞ്ഞത് മനസ്സിലാക്കുക. കാരണം എനിക്ക് വയ്യ, അത് കേട്ട് ഞാൻ വയ്യാണ്ടായി. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം. അബ്ബ എന്നെ ഒന്ന് മനസ്സിലാക്കുക. അബ്ബ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അമ്മയും പറഞ്ഞ് സെറ്റാക്കി നമുക്കെല്ലാം ഇതാക്കാൻ പറ്റും. എന്നെ ആദ്യം അബ്ബ ഒന്ന് വാശിയൊക്കെ ഒന്ന് കളഞ്ഞൂടെ? എന്റെ വാശിയൊന്നും അല്ല, ഇതെന്റെ ആഗ്രഹമല്ലേ. അബ്ബ എന്താ അത് മനസ്സിലാക്കാത്തേ? എവിടെ പോയാലും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കല്ലേ. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. പ്ലീസ് 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 ഒന്ന് മനസ്സിലാക്ക് പ്ലീസ്. എന്റെ പൊന്നബ്ബല്ല, എനിക്ക് ടൈമില്ല, എനിക്ക് പോണം. ടാറ്റ. നേരത്തെ വരും. ഓക്കെ, ടാറ്റ. 89-ാം ദിവസം വൈകിട്ട് 5:25. ഓക്കെ ശരി, ബൈ. അയ്യോ ഹായ് നോറ. ഹായ്. എന്നിട്ട് ഒരുപാട് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്, ലേറ്റ് ആയി പോയേ. അത് പിന്നെ എനിക്ക് ക്യാബ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്തറിയോ, അങ്ങനെ കൈ കാണിച്ച് അങ്ങനെ ട്രിപ്പിളൊക്കെ അടിച്ച് വന്നപ്പോ കുറച്ച് ലേറ്റ്. താങ്ക് യു. ട്രിപ്പിളൊക്കെ അടിച്ചാ വരുന്നത്? അതൊക്കെ ക്യാബ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, കൈ കാണിച്ചപ്പം 2 പേര് കുറെ നേരം കൈ കാണിച്ചു, അവര് മാത്രം നിർത്തിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ അതിൽ കയറി വന്നതായിരുന്നു. ഓ, ഈ ട്രിപ്പിൾ അടിച്ച് വന്ന ആൾക്കാരെ പരിചയമൊന്നുമില്ല? ഇല്ല. അല്ല, അപ്പോ അതിനകത്ത് പേടിയൊന്നുമില്ല?